നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് ജയന്റെയും ദേവേന്റെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് ദേവേന് പറഞ്ഞു, ജയേട്ടാ, ആദർശിന് എന്തൊക്കെയോ പറയാനുണ്ടെന്നാ പറഞ്ഞേ. അത് കേട്ടുകഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, എനിക്കും കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ആദർശ് പറഞ്ഞു, അച്ഛൻ എന്താ പറയാനുള്ളത്? നിനക്കറിയാലോ, നീ കാരണം ഇപ്പം അച്ഛന്റെ മനസ്സ് നന്നായിട്ട് മുറിവേറ്റിരിക്കുക. വേറെ ആരാണെങ്കിലും അച്ഛൻ സഹിച്ചേനോ, പക്ഷെ നീ ചെയ്ത ഓരോ പ്രവൃത്തികളും അച്ഛൻ ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കേട്ടപ്പം ദേവേനി ജയനോട് പറഞ്ഞു, ജയേട്ടാ, അവനൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദേവേനി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഭിയാണെങ്കിൽ 100,000 തെറ്റ് ചെയ്യുന്നവനാ. അവനെ പക്ഷേങ്കില് അച്ഛൻ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന. അതുകൊണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും ആ ലാഘവത്തോടെ അച്ഛൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് അവന്റെ കാര്യത്തിലൊരു പ്രശ്നമില്ല. ഇനിയിപ്പൊ അനിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ ആദർശ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് പൊറുക്കാൻ പറ്റില്ല. കാരണം ആദർശിനെയാണ് ഈ കുടുംബ കമ്പനിയൊക്കെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത്ര വിശ്വാസമാണ് ആദർശിനെ. അങ്ങനെയുള്ള സമയത്തല്ലേ ആദർശ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നേ. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ചേട്ടാ, അങ്ങനെ പറയരുത്. ആദർശിന്റെ ആത്മാഭിമാനത്തിന് ക്ഷേത വെളുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ, അങ്ങനെയല്ലേ അച്ഛൻ സംസാരിച്ചെന്ന് ചോദിച്ചു. ദേവേനി, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. സംസാരിച്ചിട്ടും കാര്യമില്ല. എനിക്കറിയാം, മുത്തശ്ശൻ പറഞ്ഞ് ഒട്ടും കുറഞ്ഞിട്ടില്ല. മുത്തശ്ശന് എന്നോട് പറയേണ്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞ്. മുത്തശ്ശനെ തെറ്റു പറയാൻ പറ്റില്ല. എന്നാലും മുത്തശ്ശന്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ അത്ര നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി ചോദിച്ചു, എന്താടാ മോനെ, നീ എന്ത് തീരുമാനങ്ങൾ എടുത്തേ? അമ്മേ, എനിക്കിനി ഈ വീട്ടിൽ തുടരാൻ പറ്റില്ല എന്ന് പറയണേ. തുടരാൻ പറ്റില്ലെന്നോ? ജയനും ദേവേനിക്ക് ഒരേപോലെ തന്നെ ഞെട്ടി. അതെ, എനിക്കിനി തുടരാൻ പറ്റില്ല ഈ വീട്ടിൽ ഇതുപോലെ. കാരണം എനിക്കിനി മുത്തശ്ശന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. ഞാൻ ഈ വീട് വിട്ടു പോകുക നാളെ എന്ന് പറഞ്ഞു. നാളെ പോവാനോ? ഇങ്ങോട്ട് ഞാനൊരു വേറെ വീട്ടിലേക്ക് മാറുവാണ്. ദേവേനി പറഞ്ഞു, എടാ, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഓർത്തോണ്ട് നീ അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടി നീ MD സ്ഥാനം രാജിവെച്ചല്ലോ, അവിടുന്ന് മാറിയല്ലോ. പിന്നെ എന്തിനാ നീ വീട് വിട്ടു പോകുന്നേ? എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലമ്മേ. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എടാ മോനെ, നീ വീട് വിട്ടു പോകണമെന്ന് ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടില്ല. MD സ്ഥാനം രാജിവെച്ചു. അതെ, പക്ഷെ എനിക്ക് എന്റെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ഞാൻ കാരണമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എടാ, നീ എന്നെക്കുറിച്ച് ഓർത്തോ? നയനമോളെ കുറിച്ച് ഓർത്തോ? നയനമോള് സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അവളോട് ഞാൻ പറഞ്ഞു, അവള് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചെന്നോ? അതെ, ഈ ഒരു സാഹചര്യത്തിൽ അവളെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവളെ ഇവിടെ ഇട്ടിട്ടാണ് നീ പോണേ? അതെ അമ്മേ, എനിക്ക് അവളെയും കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നാളെ രാവിലെ തന്നെ ഞാൻ പോവും. ഇനി എന്നെ ഈ കാര്യത്തിൽ ആരും നിർബന്ധിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവേനിക്ക് സഹിച്ചില്ല. ദേവേനിക്ക് ഭയങ്കര വിഷമമായി. ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, ജയേട്ട, കണ്ടില്ലേ, അവന് നല്ല സങ്കടമായിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനൊട്ടും സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ അത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നില്ല ദേവേനി. അച്ഛൻ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ്. അതുകൊണ്ട് എന്തായി? ഇപ്പൊ ആദർശ് വീട് വിട്ട് പോകാൻ പോവല്ലേ? അബി എന്തൊക്കെ തെറ്റ് ചെയ്തു? എന്നിട്ട് അബി എവിടുന്ന് പുറത്താക്കിയോ? ഇല്ലല്ലോ. അവന്റെ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും ഇവിടെ തുടരുന്നുണ്ടല്ലോ. ദേവേനി, അതിന് അവനോട് ആരും വീട് വിട്ടു പോകാൻ പറഞ്ഞില്ലോ. പക്ഷെ പറഞ്ഞില്ലെങ്കിലും അവന് ഇവിടെ നിൽക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം അച്ഛന്റെ വാക്കുകൾ അവനെ അത്രയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത്രയധികം സ്നേഹമായിരുന്നു അച്ഛൻ അവനോട്. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കുന്ന ഒരാൾ ഇത്രയും പരുഷമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ഇവർ തുടരാനായിട്ട് പറ്റില്ല. ചേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ അവൻ ചെയ്യുമെന്ന്? എൻ്റെ മോന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അതെ, അച്ഛനോടൊന്നും ചെന്ന് പറ, അവനോട് പോവലെന്ന് പറയാനായിട്ട്. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അച്ഛന്റെ വാക്കുകളൊന്നും അച്ഛൻ പിൻവലിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ പോയി നാണം കിടാന്ന് മാത്രം. അച്ഛനെ കുറിച്ച് നിനക്ക് അറിയാലോ ദേവേനി. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, ചേട്ടാ, നയനമോള് ഗർഭിണിയാന്നുള്ള കാര്യം ഓർമ്മ വേണം. ആ സമയത്താണ് ആദർശ് പോകാനായിട്ട് ഇറങ്ങുന്നത്. അവളുടെ മനസ്സിൽ എത്രമാത്രം വേദനയാവുമെന്നറിയോ? പിന്നെ ഒന്നുമല്ലല്ലോ, ഞാൻ പെറ്റമ്മയല്ലേ. എന്റെ മോൻ പോകുന്ന സമയത്ത് എന്റെ ചങ്ക് പൊട്ടിപ്പോവും. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛൻ ഇത്രമാത്രം പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് പോലും എന്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ കരയുവാണ്. ആ സമയത്ത്
ജയന് ദേവേനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദേവേനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആദർശ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നയനയ്ക്ക് സഹിച്ചില്ല. നയന ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആ സമയം ആദർശ് പറഞ്ഞു, നീ ഇങ്ങനെ കരയില്ലേന്ന് പറയണ. നയന പറഞ്ഞു, ആദർശേട്ടാ ഞാനും കൂടെ ആദർശനോടൊപ്പം വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞ്. പിന്നെ നിന്നെ എന്നോടൊപ്പം പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ? അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നീയും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഈ സമയത്ത് നയന പറഞ്ഞു, അത് പിന്നെ ആദർശേട്ടാ നീ പേടിക്കണ്ട. 7-ാം മാസം നിന്റെ വീട്ടുകാരൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല പ്രസവത്തിനായിട്ട്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയാലും അമ്മ എന്നെ ഇങ്ങ് തിരികെ കൊണ്ടുവരും. അമ്മ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നല്ലോ അവിടെ എന്നെ നിർത്തത്തില്ല എന്ന്. ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടു വരുമെന്ന്. ആദർശ് പറഞ്ഞു, സാരമില്ല പോട്ടെ. ഞാനിപ്പോൾ അധികം ദൂരേക്കൊന്നും അല്ലല്ലോ മാറുന്നേ. നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ മാറുന്നേ. നിനക്ക് എപ്പോൾ വേണോ അങ്ങോട്ടേക്ക് വരാലോ. അതുകൊണ്ട് പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഇവിടെ നിന്നോണ്ടാണെങ്കിലും ആദർശേണ്ട പൊരുതാലോ എന്ന് പറഞ്ഞു. അത് ശരിയാവത്തില്ല നയനെ. ഇവിടെ നമ്മുടെ ശത്രുക്കളുണ്ട്. അബിയും അതുപോലെ തന്നെ അപ്പച്ചി നവ്യൊക്കെ നമ്മുടെ ശത്രുക്കളാ. ഈ നവ്യ പോലും ജുവലറിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല. ഇവിടെ ഞാൻ തുടർന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചല്ലോ. പിന്നെ എന്താ? MD സ്ഥാനം രാജിവെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നയനെ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പക്ഷെ എനിക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കണം എൻ്റെ മുത്തശ്ശന്റെ മുന്നിൽ. ഞാനിനി ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തലയുയർത്തി പിടിച്ച് തന്നെയായിരിക്കും. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നയനിക്ക് ഭയങ്കര വിഷമായി. നീ സങ്കടപ്പെടാന്ന് പറഞ്ഞു. ദേ ഇപ്പൊ തന്നെ സമയം കുറയായി, നീ കടന്നോളാൻ പറയാണ്. അങ്ങനെ ആദർശ് നയനയെ ചേർത്ത് പിടിച്ച് കിടത്തുവാണ്. ഈ സമയത്ത് നയന കരയുവാണ്. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, നിന്റെ ധൈര്യമൊക്കെ ഇത് എവിടെ പോയി? നല്ല തൻ്റെ ഇടം ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു? കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ കാണുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ടൊക്കെയാണ് എന്ത് ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു. അതെ, ആദർശേട്ടനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് എന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി ആദർശേട്ടാ. സാരമില്ല, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശ നയനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നീട് പിറ്റേ ദിവസം നയന രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കോലം വരയ്ക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് ചോദിച്ചു, ആദർശന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ മോളെന്ന് ചോദിച്ചു. ഇല്ലമ്മേ, ആദർശേട്ടൻ പോണെന്ന് തന്നെ പറഞ്ഞിരിക്കുക. എന്നാലും ആദർശ് എന്ത് തീരുമാനം എതെടുത്തതെന്ന് എനിക്ക് അറിയത്തില്ലാത്ത. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശേട്ടനെ സഹിച്ചില്ല എന്ന് പറയാണ്. അത് ശരിയാ, അച്ഛൻ അങ്ങനെ പറഞ്ഞ ആദർശന് സഹിച്ചു കാണത്തില്ല. നയന പറഞ്ഞു, മുത്തശ്ശൻ ചിലവ പറയാതെ പറഞ്ഞിട്ടില്ല ചില കാര്യങ്ങളൊക്കെ. ഈ വീട്ടിൽ നിൽക്കണമെന്ന് മുത്തശ്ശന് അത്ര താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ആദർശേട്ടന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേന് പറഞ്ഞു, ഞാൻ ജയേട്ടനോട് പറഞ്ഞ അച്ഛനോടൊന്ന് പോയി സംസാരിക്കാനായിട്ട്. പക്ഷെ ജയേട്ടൻ പറഞ്ഞ അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പോഴേക്കും നയന പറഞ്ഞു, സാരമില്ലമ്മേ, ആദർശേട്ടന്റെ തീരുമാനമല്ലേ. ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞാലും ഇനിയിപ്പോൾ ആദർശേട്ടൻ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പോകുന്നില്ല. ആദർശേട്ടൻ ഒരു തീരുമാനം എടുത്തത് തന്നെയാന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, എന്തായാലും MD സ്ഥാനം രാജിവെച്ചില്ലേ, ഇനിയിപ്പോൾ അടുത്ത ചിലപ്പോൾ MD ആകാൻ പോകുന്നത് അച്ഛനാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം കമ്പനി നോക്കി നടത്തിയിരുന്ന ആളല്ലേ ആദർശ്. അവന് അച്ഛന്റെ സഹായിയായിട്ടെങ്കിലും കൂടി നിന്നാ പോരെ. വീട് വിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നയന പറഞ്ഞു, ആദർശേണ്ട അതിനെ ഒരിക്കലല്ല. കാരണം ആദർശേണ്ട ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ആദർശേണ്ട അത് തിരുത്താനായിട്ട് നോക്കത്തുള്ളൂ. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. ആദർശ് ഇവിടുന്ന് പടിയിറങ്ങി പോകുന്ന കാണാനായിട്ട് എനിക്ക് പറ്റില്ല മോളെ. അവൻ ഇവിടെ ഇല്ലാതെ എനിക്കിവിടെ എത്ര ദിവസം നിൽക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ദേവേനി സങ്കടപ്പെട്ട് പറയാണ്. പിന്നീട് അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് നാഗേന്ദ്രനോട് ചോദിച്ചു, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുന്നുണ്ടോന്ന് ചോദിച്ചു. അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, പ്രത്യേകിച്ച് അബിയുടെ കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും അബിയുടെ കാര്യത്തില് നിന്റെ അഭിനയം അത് നല്ല കലക്കിന്ന് പറയണ. അബിയും ജലജയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യം. അതെ അച്ഛാ, അതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോളെ. അധികം വൈകാതെ തന്നെ ഇനിയിപ്പം അബിയേയും ഡേവിഡിനെയും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കണമെന്ന് പറഞ്ഞു. അല്ലച്ചാ, അതിനു മുമ്പ് തന്നെ ആ നവ്യ ഉണ്ടല്ലോ, നവ്യ ഡേവിഡുമായിട്ട് കണ്ടുമുട്ടിയില്ലോ എന്ന് ചോദിക്കണം. അതെ അതെ, അങ്ങാട്ട് തമ്മിൽ കണ്ടുമുട്ടി. അല്ല, നവ്യയെ കുറിച്ച് മോളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക. എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. അല്ലെങ്കിൽ അവൾ കള്ളത്തരം പറഞ്ഞല്ലേ അഭിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. എനിക്ക് ആ വീട്ടിൽ അവൾ ഉള്ളത് പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, അബിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. 2 വർഷത്തെ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നേ നവ്യ.
അവളെ ആദ്യം കുറച്ചങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോണം, എന്നിട്ട് വേണം താഴേക്ക് തള്ളിയിടാനായിട്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ നടക്കൂന്ന് പറഞ്ഞു. ഇപ്പൊ അവള് സന്തോഷിക്കട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവന്തിക പറഞ്ഞു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടച്ചാ, പക്ഷേങ്കില് മൂർത്തി ജ്വല്ലർ തകരണമെന്ന് പറയാ, തകരും മോളെ. അധികം വൈകാതെ തന്നെ തകർന്ന് തരിപ്പണാവും. AN ജ്വല്ലർ അങ്ങനെ കയറിപ്പോവും. AN ജ്വല്ലർ തലപ്പത്ത് അഭി എത്തണം. പക്ഷേങ്കില് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം എപ്പോഴും മോൾക്ക് തന്നെയായിരിക്കും. എനിക്കതൊന്നും വേണ്ടച്ചാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഒന്ന് വന്ന് കാണാനുള്ള അനുമതി മാത്രം മതി. എനിക്കത് മാത്രം മതി. അല്ലാതെ സ്വത്തിനോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മോള് വാന്നും പറഞ്ഞിട്ട് അവൻ തീയെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് ആദർശ് പോവാനായിട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ നയനിക്ക് സഹിച്ചില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നീ വിഷമിക്കുമൊന്നും വേണ്ട, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എന്നാലും ആദർശേട്ടാ, എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ആദർശേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാരമില്ല, പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷെ ഞാൻ ഈ വീട് വിട്ടിറങ്ങുമ്പോൾ ഈ വീട്ടിലുള്ളവര് കുറച്ച് പേര്, അതായത് അബിയും അപ്പച്ചിയൊക്കെ ഉൾപ്പെടെ എല്ലാവരും സന്തോഷിക്കും. പിന്നെ ഞാൻ ഈ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്, അത് വലിയ വാർത്തയാവും. ആദർശ് തോറ്റു പിന്മാറി വീട് വിട്ടിറങ്ങിയെന്ന്. അപ്പൊ അത് വാർത്തയായിക്കോട്ടെ, അതിനു വേണ്ടിയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശത്രുക്കളൊക്കെ സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അങ്ങനെയുള്ള സമയത്ത് വേണം നമുക്കൊരു തിരിച്ചടി കൊടുക്കാനായിട്ട്. പിന്നെ നിനക്കറിയാലോ, നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാകത്തില്ല. ആദ്യത്തെ കുറെ നാളുകള് ചിലപ്പോൾ ദുഷ്കരം പിടിച്ചതായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തല ഉയർത്തി പിടിച്ച് തന്നെയായിരിക്കും. മുത്തച്ഛന് മുന്നിൽ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. MD സ്ഥാനം പോയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നെങ്കിലും ഈ വീട് നോക്കാൻ കഴിവുള്ളവനായിട്ട്, പ്രാപ്തിയുള്ളവനായിട്ടായിരിക്കും ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറുന്നത്. അല്ലാതെ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടത്തില്ല. ഇതൊക്കെ കേട്ട് ഇനിയിപ്പോൾ നയന പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ, പക്ഷേങ്കിൽ ഇത് വിഷമിക്കില്ലേ, ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് നയന പറഞ്ഞു, ആദർശേട്ടാ ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ആദർശന് നല്ല സങ്കടം ഉണ്ടായിരുന്നു വീട് വിട്ടിറങ്ങുന്നതില്. പക്ഷെ വീട് വിട്ടിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് പോയാൽ മതിയാവുള്ളൂ. മുത്തശ്ശൻ പറയാതെ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാനായിട്ട്. പിന്നെ നാണം കെട്ട് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ആദർശ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.